ഗൈസ്, അപ്പോൾ ഒരു പ്ലാനും ഇല്ലാണ്ട് ജസ്റ്റ് ലണ്ടൻ ബ്രിഡ്ജ് മറൈൻ ഡ്രൈവിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എക്സിബിഷൻ കാണാൻ വേണ്ടി പോയതാണ്. പക്ഷേ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അന്ന് തിരക്കൊട്ടും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ കയറിയത്. ഞാൻ ആദ്യത്തെ 2 ദിവസം കയറിയ സമയത്തും എന്താണെന്നറിയില്ല, അത്യാവശ്യം ആൾക്കാരുടെ കൂട്ടം ഞാൻ ഫ്രണ്ടിൽ കണ്ടു. ഇനിയിപ്പോൾ അതകത്ത് കയറാതെ നിന്നവരാണോ കയറി നിന്നവരാണോ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ കയറിയില്ല. പക്ഷേ 200 റുപ്പീസാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്, ആ ഒരു എൻട്രി ഫ്രീ വരുന്നത്. അപ്പോൾ ആ എൻട്രി ഫീ അത്രയും കൂടുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമലി നമ്മൾ ഇവിടെയൊക്കെ എക്സിബിഷൻ കാര്യങ്ങളും അല്ലെങ്കിൽ ഷോയൊക്കെ വരുവാണെന്നുണ്ടെങ്കിലും ആ ഒരു 150 ഒക്കെയാണ് വന്നിട്ടുണ്ട്. നമ്മുടെ വാട്ടർ ഷോയൊക്കെ ഏകദേശം ആ പ്രൈസ് വന്നത്. അപ്പോൾ 200 റുപ്പീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം അത്രയും കാര്യങ്ങൾ ഇവർ ഫുൾ ഫ്രെയിം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് ഫോട്ടോ കാര്യങ്ങൾ എടുത്താലും റീൽസ് എടുത്താലും വീഡിയോ എടുത്താലും എൻ്റയർ ലുക്ക് തന്നെ മാറും. അപ്പോൾ ഫുൾ ഫ്രെയിമാണ് ഇവർ സെറ്റ് വെച്ചേക്കുന്നത്. അപ്പം ഈ 200 രൂപ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു രീതിക്ക് ഇത് നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വരണം. ചുമ്മാ കാണാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു 300-400 സ്റ്റെപ്പ് കടന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു സാധനം തീരും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇവരുണ്ടാക്കിയിരിക്കുന്ന ഒരു എഫേർട്ടിനെയും അല്ലെങ്കിൽ നെക്സ്റ്റ് ഇതേപോലെ കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം എന്ന രീതിയിൽ നമ്മൾ ഇതിനെയൊക്കെ ഫുൾ സപ്പോർട്ട് ചെയ്യണം. ആ ഒരു സമയത്ത് നമ്മൾ ക്യാഷ് നോക്കാൻ പാടില്ല, കംപ്ലീറ്റ് ഇറങ്ങി തന്നെ പണിയെടുക്കണം. കാരണം വെച്ചാൽ ഇത് ഫുള്ള് കണ്ട് ഇവിടത്തെ ഫുള്ള് ഫോട്ടോയും റീലും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ അങ്ങ് പോകണം. അല്ലാതെ ജസ്റ്റ് ഇത് മാത്രം കണ്ട് നടന്ന് സംസാരിച്ച് പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ, 10 മിനിറ്റ് കൊണ്ട് ഇത് കണ്ടു കഴിയും. അപ്പോൾ എല്ലാവരും ഞാൻ നോക്കിയപ്പോഴത്തേക്കും എല്ലാവരും റീൽസും ഫോട്ടോഷൂട്ടും ഫോട്ടോയും മറ്റേതും മറിച്ചതും മൊത്തം അത് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങളും അതേപോലുള്ള പ്ലാൻ ചെയ്ത് വരണം. അല്ലാണ്ട് വർക്ക് കഴിഞ്ഞ് ചുമ്മാ കയറാമെന്ന് കഴിഞ്ഞ് കയറിയേ അല്ലെങ്കിൽ ചുമ്മാ വന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഞാനിത് കുറേ പേരുടെ സംഭവങ്ങളിലൊക്കെ കണ്ടത് 200 രൂപ ഭയങ്കര കൂടുതലാണെന്ന്, പെട്ടെന്ന് തീരണം എന്നൊക്കെയാണ് ഞാൻ കണ്ടേക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ അങ്ങനെ പെട്ടെന്ന് തീരും. കാരണം ഇത് അതിൽ മാത്രം സംഭവങ്ങൾ സെറ്റ് വെച്ചിട്ടില്ല. അപ്പോൾ ഇവർ സെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അടിഭാഗത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാലാണ് കൂടുതലും ഫ്രെയിം സെറ്റ് വെച്ചേക്കുന്നത്. അതായത് നിങ്ങൾ എവിടെ നിന്നൊരു ഫോട്ടോ എടുത്താലും അത്രയ്ക്ക് സെറ്റായിട്ടാണ് സെറ്റ് വെച്ചേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പോയ സമയത്ത് ആൾക്കാർ കുറവായിരുന്നിട്ടും, അതായത് ഏതായാലും 9 മണി ആ ഒരു സമയത്തിനോടാണ് ഞാൻ പോയത് നൈറ്റ്. എന്നിട്ടും അവിടെ ഭയങ്കര ആളായിരുന്നു. സാധാരണ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു വീക്കെൻഡേ അല്ല, നോർമൽ ഡേയ്സിൽ അങ്ങനെ അധികം ആൾ കാണാത്തതാണ്. അങ്ങനെ കാണാത്തത് കൊണ്ടാണ് ഞാൻ കയറിയത്. പക്ഷേ എന്നിട്ടും നല്ല ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ അത് നല്ല സെറ്റപ്പായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഫാമിലിയായിട്ട് ചുമ്മാ സമയം കളയാനും വന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഈ ഒരു കംപ്ലീറ്റ് കാര്യങ്ങളുടെയും വീഡിയോ ജസ്റ്റ് എടുത്ത് അങ്ങനെ പോയി. കാരണം വെച്ചാൽ ഞങ്ങൾ പ്ലാൻഡ് ആയിട്ട് വന്നതല്ല, ഇതിന് പുറത്ത് നിന്ന് ഇവരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ കണ്ടപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് അകത്ത് കയറാവുന്ന രീതിയിൽ വന്ന്. പിന്നെ കൊച്ചിന് എപ്പോൾ വന്നാലും ഓടിക്കളിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവളെ ജസ്റ്റ് ഇതിനകത്ത് ഇവിടെ കയറ്റി വിടാമെന്ന് വെച്ചാൽ വന്നതാണ്. ഞങ്ങൾ 400 രൂപ ഞങ്ങൾ രണ്ടുപേർ കയറിയപ്പോഴത്തേക്കും, അറിയാലോ. അപ്പോൾ ആ ഒരു പ്രൈസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ മെച്ചമൊന്നും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ കണ്ട് പോകാമെന്നല്ലാണ്ട് വേറെ സംഭവങ്ങളൊന്നും ഞങ്ങൾക്ക് ഉണ്ടായില്ല. പക്ഷേ നമ്മളങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും ഇരുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് മാത്രം എടുത്തെടുത്താൽ പോയാൽ. അപ്പോൾ നിങ്ങൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതേപോലെ പ്ലാൻ ചെയ്ത് വരണം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ നമുക്ക് അത്ര വൃത്തിയായിട്ട് തോന്നത്തില്ല. പിന്നെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കായിരിക്കും. തിരക്ക് നിങ്ങൾ അവോയ്ഡ് ചെയ്ത് വരണം. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിക്ക് വരണം. വർക്കിങ്ങോ എന്തോ സമയമൊക്കെ നോക്കിയിട്ട് ഈ ഒരു തിരക്കില്ലാത്ത സമയത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ പോയിട്ട് ഒന്നും എടുക്കാൻ പറ്റില്ല. ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്കിങ്ങനെ. പിന്നെ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേരൊന്നും ആൾക്കാരെ നോക്കണമില്ല, ചുമ്മാ അങ്ങ് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുക. അങ്ങനെ എടുക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല, അപ്പോൾ അതൊക്കെ അവർക്ക് സൗകര്യമായിരിക്കും. പിന്നെ എനിക്ക് തോന്നിയത് ഇത് നല്ല അടിപൊളിയായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലേശം ചൂടുണ്ടോ എന്ന് ചെറിയ സംശയം. സാധാരണ എക്സിബിഷനൊക്കെ കുറച്ച് ഇങ്ങനെ ഇൻഡോർ ഫുള്ള് കൺസീൽഡൊക്കെ വരുമ്പോൾ കൺസീൽഡ് വാട്ടർ പ്യൂരിഫയറിൻ്റെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ പറയണ്ട, ഫുള്ള് ഇങ്ങനെ ക്ലോസ്ഡ് വരുമ്പോഴത്തേക്കും സാധാരണ AC ഒക്കെ വെച്ചാണ് സെറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്പോൾ AC ഒന്നും ഇല്ല, ഭയങ്കര ചൂട് തോന്നിയായിരുന്നു. അപ്പോൾ എനിക്ക് ഉച്ചക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടുണ്ടാകാൻ ചാൻസ് ഉള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞങ്ങൾ നൈറ്റ് വന്നിട്ടും ഭയങ്കര ചൂടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങനെയൊന്നും അറിയത്തില്ല. എന്നാൽ ഫോട്ടോഷൂട്ടിന് വരുവാണെന്നുണ്ടെങ്കിൽ അടിപൊളി സംഭവമാണ്. പിന്നെ ഇതേപോലെ സംഭവങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ചാണല്ലോ അടുത്തത് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ സാധനങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വന്ന് കാണുക, അത്യാവശ്യം കൊള്ളാം, അങ്ങനെ കുഴപ്പമില്ലാത്ത സംഭവമാണ്. ഓക്കെ, ബൈ.